ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹിൽ മലയാളം ആർട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ നിങ്ങളുടെ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നിങ്ങൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. ഹൈപ്പ് എന്ന് പറയുന്നൊരു ഓപ്ഷനുണ്ട്, അതും കൂടി ചെയ്ത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. നമുക്ക് നോക്കാം ഇന്നത്തെ നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്. എസ്കേപ്പിസ്റ്റാണ് കാണുന്നത്. ഇതിൽ കാര്യങ്ങളെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ അതിന്ന് ഒളിച്ചോടുന്ന എനർജി ഉള്ള കുറേ ആൾക്കാർ. അപ്പോൾ നമ്മളുടെ മുന്നിൽ കുറേ കാര്യങ്ങളുണ്ട്, പക്ഷെ അതൊന്നും നമുക്ക് പൂർണ്ണമായിട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളായിരിക്കും ജീവിതത്തിൽ എപ്പോഴും സംഭവിക്കുന്നത്. ഈ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ നമുക്ക് അതിൽ നിന്നും അതങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റൂല പലപ്പോഴും. ചിലപ്പോൾ അത് ഈ ഒരു വീഡിയോ കാണുന്ന കുറേ ആൾക്കാർ ചിലപ്പോൾ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഒരു ചീറ്റിംഗ് വന്നതോ, അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും വിശ്വസിച്ച് എന്തെങ്കിലും ഒരു കാര്യം നഷ്ടപ്പെട്ടു പോയതോ, ചീറ്റ് ചെയ്തതോ നഷ്ടപ്പെട്ടു പോയതോ ഒക്കെ ആയിട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത് അതുകൊണ്ട് ആ ഒരു അവസ്ഥയെ നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ സംഭവിച്ചു പോയ ഒരു അവസ്ഥയെ, നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഉള്ള ആ ഒരു അവസ്ഥയെ നിങ്ങൾക്കോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളത് അതിൽ നിന്നും മാറിപ്പോകുന്നു, അതിൽ നിന്നും ഒളിച്ചോടാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് നമ്മളുടെ പൊതുവെയുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് എസ്കേപ്പിസം. നമ്മൾ കാര്യങ്ങളെ ഫേസ് ചെയ്യാതെ നമ്മൾ ഒളിച്ചോടിക്കളയും. അപ്പോൾ പക്ഷെ നമ്മൾ തിരിച്ച് വീണ്ടും ഇതിവിടേക്ക് തന്നെയാണ്, ഇത് റൂട്ട് കോസ് എന്നാണ് നമ്മൾ ഒളിച്ചോടുന്നത്. ഈ റൂട്ട് കോസിലേക്ക് തന്നെയാണ് വീണ്ടും വരുന്നത്. എവിടെ പോയാലും നമ്മൾ തിരിച്ച് നമ്മളുടെ വീട്ടിൽ വരുമെന്ന് പറഞ്ഞതുപോലെ നമ്മളുടെ ആ ഒരു കാര്യം എന്താണെന്ന് നമ്മൾ സ്വയം മനസ്സിലാക്കി അതിന് പരിഹാരം കണ്ടെത്താൻ പറ്റും. അപ്പോൾ അതാണ് നോക്കേണ്ടത്. ഒളിച്ചോടുകയല്ല വേണ്ടത്, പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് കാണുന്നത്. ഇപ്പം നമ്മൾ ഈ നമ്മളുടെ വീട്ടിൽ നിന്ന് മാറി നമ്മൾ എവിടെ പോയിരുന്നാലും നമ്മൾക്കത് നമ്മളെ വീട്ടിൽ തന്നെ വരേണ്ടി വരും. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക. സാഹചര്യങ്ങളെ അതിജീവിക്കാൻ പഠിക്കുക, അതാദ്യം അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിന് പ്രസൻറ്റ് മൊമെൻറ്റിൽ ജീവിക്കുക എന്ന് പറയും. നമ്മൾ പ്രസൻറ്റിലായിരിക്കുമ്പം നമുക്ക് കാര്യങ്ങളെ യാഥാർത്ഥ്യമായിട്ട് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ നിങ്ങളത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. മ്യൂറലാണ്. അപ്പം നിങ്ങൾക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ടാകും, ഒരുപാട് സ്വപ്നങ്ങളുണ്ടാകും. ഇതൊക്കെ നമ്മളുടെ സ്വപ്നങ്ങളെല്ലാം നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കും, നമ്മളുടെ ഇഷ്ടങ്ങൾ മാറ്റി വയ്ക്കും. അപ്പോൾ ഈ ഒരു സമയം നിങ്ങളായിരിക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ ആഗ്രഹങ്ങളും നിങ്ങളുടെ ആവശ്യങ്ങളും എന്താണെന്ന് കണ്ടെത്തി അത് നിങ്ങളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. അപ്പം നമ്മളെ മറന്ന് അല്ലെങ്കിൽ നമുക്ക് പ്രയോറിറ്റി കൊടുക്കാതെ നമ്മളെപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് സമയം കൊടുക്കുന്നു, അവർക്ക് മുൻതൂക്കം കൊടുക്കുന്നു എപ്പോഴും. അങ്ങനെയുള്ള ആൾക്കാർ നിങ്ങൾ അങ്ങനെയല്ല വേണ്ടത്. അപ്പോൾ ഓരോ വ്യക്തികളും ഓരോ സോളും ഇവിടെ വരുന്നത് ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ്, സ്വതന്ത്രരായിട്ടാണ്. അപ്പോൾ ഈ നിങ്ങൾ ഒരുപാട് സമയം കൊടുക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് കെയർ ചെയ്യുന്ന ആൾക്കാരെല്ലാം ഇൻഡിപെൻഡൻ്റ് സോളാണ്. അപ്പോൾ നിങ്ങളൊക്കെ അതങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മളുടെ ഈ കുട്ടികൾക്കെല്ലാം ഞാൻ തന്നെ ചെയ്തു കൊടുക്കണമെന്ന് വിചാരിക്കും. അവരുടേതായ ഒരു കാര്യങ്ങളും ചെയ്യാതെ അല്ലെങ്കിൽ ചെയ്യാൻ അനുവദിക്കാതെ സ്വയം എല്ലാം മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കും. ഇപ്പം ഹസ്ബൻഡിനാകട്ടെ, കുട്ടികൾക്കാകട്ടെ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ആൾക്കാർക്കാകട്ടെ, നമ്മൾ വിചാരിക്കും ഇതെല്ലാം എൻ്റെ കടമയാണ്, ഇതെല്ലാം ഞാൻ തന്നെ ചെയ്യണം. അപ്പോൾ മറ്റുള്ളവരെ അത് നമ്മൾ മറ്റുള്ളവർക്ക് ദോഷമാണ് ഉണ്ടാക്കുന്നത്. കാരണം അവരുടെ ഉത്തരവാദിത്തങ്ങളിൽ നിന്നും അവർ ആ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാതെ അവരെ എസ്കേപ്പ് ചെയ്യാൻ നമ്മളാണ് അതിന് സഹായിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യാതിരിക്കുക. നമുക്ക് ഫസ്റ്റ് പ്രയോറിറ്റി നമ്മളാണെന്ന് മനസ്സിലാക്കുക. നമ്മളുടെ ആവശ്യങ്ങൾ, നമ്മളുടെ ഇഷ്ടങ്ങൾ, നമ്മളുടെ ആഗ്രഹങ്ങൾ, ഇത് നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ കൂടുതൽ സമയം കണ്ടെത്താൻ ശ്രമിക്കുക. ഗോൾഡാണ് ഇതിൽ. നിങ്ങളെപ്പോഴും മറ്റുള്ളവരെ ശരിക്കും മറ്റുള്ളവരുണ്ടെങ്കിലേ നിങ്ങൾക്ക് ശരിയാവുള്ളൂ, മറ്റുള്ളവർ സഹായിച്ചാലേ നിങ്ങൾക്ക് പറ്റുള്ളൂ. അപ്പോൾ അല്ലെങ്കിൽ നമ്മളാക്കാൻ വേറൊരാളാണ് സഹായിക്കുന്നത് എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. ആ ഒരു വ്യക്തിയാണ് എന്നെ ഞാനാക്കാൻ, ഞാൻ എന്ന് പറയുന്ന വ്യക്തിയെ ഫിക്സ് ചെയ്തിരിക്കുന്നതെന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്.
അപ്പോൾ അങ്ങനെയല്ല, അങ്ങനെ ഒരാളിനെയും അങ്ങനെ കാണാതിരിക്കുക. നമ്മളായിട്ടിരിക്കാൻ ശ്രമിക്കുക. നമ്മൾ ഈ ഒരു ഭൂമിയിൽ നമ്മൾ ജീവിക്കുന്നത് നമുക്ക് വേണ്ടിയിട്ടാണ് എന്ന് സ്വയം മനസ്സിലാക്കുക. നമ്മളുടെ സുഖവും സന്തോഷവും സമാധാനവും ഒക്കെ നമ്മളുടെ ഉള്ളിൽ നിന്നാണ് വരുന്നതെന്ന് മനസ്സിലാക്കുക. നമ്മളെപ്പോഴും ഇത് മറ്റുള്ളവരാണ് നമുക്ക് തരുന്നതെന്നുള്ളൊരു ചിന്തയാണ് എപ്പോഴും. അപ്പോൾ അങ്ങനെയല്ല, നമ്മളുടെ ഉള്ളിൽ നിന്നാണ് നമുക്ക് ആശ്വാസവും സൗഖ്യവും ഒക്കെ തരേണ്ടത്. ഹീലിംഗ് നടക്കുന്നത് നമ്മളുടെ ഉള്ളിൽ നിന്നാണ്. നമ്മളെപ്പോഴും വിചാരിക്കും ആ ഒരു വ്യക്തിയാണ് എന്നെ ഹീലാക്കിയത്, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനാണ് എന്നെ ഹീലാക്കിയത്. അങ്ങനെയല്ല, നമ്മളുടെ ഉള്ളിൽ നിന്നാണ് നമ്മളെ ഹീൽ ചെയ്യേണ്ടത്. അപ്പോൾ എപ്പോഴും നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കണം എന്നുള്ളതാണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത്. നമ്മളായിട്ടിരിക്കാൻ ശ്രമിക്കുക. ഓവർ ഡിപ്പെൻഡൻസി പാടില്ല. നോക്കാം. ലയനസാണ്. നിങ്ങൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ എല്ലാ അവസ്ഥകളെയും, പാസ്റ്റിലെ മുറിവുകളെയും നിങ്ങൾ മറക്കാൻ ശ്രമിക്കണം എന്നുള്ളതാണ്. അപ്പം നമ്മൾ ഇപ്പം ഏതവസ്ഥയിലാണ് എത്തി നിൽക്കുന്നത്? അപ്പം നമ്മൾ ഇപ്പം ഒരുപാട് ഒരു ഹയർ ലെവലിൽ നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും മനസ്സിൽ നമ്മളുടെ ഉള്ളിൽ പാസ്റ്റിലുണ്ടായിരുന്ന ഒരു വേദനകൾ, അല്ലെങ്കിൽ ചില ആൾക്കാരെ വേദനിപ്പിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ഞാൻ ഇത്രയും സഫർ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ വിചാരിച്ച് വീണ്ടും നമ്മൾ വേദനിക്കും. അങ്ങനെയല്ല വേണ്ടതെന്നുള്ളതാണ്. നമ്മൾ ഇപ്പം ഏതവസ്ഥയിലാണോ ആയിരിക്കുന്നത് ആ അവസ്ഥയിൽ നമ്മൾ സന്തോഷിക്കാൻ ശ്രമിക്കണം, അതിൽ അഭിമാനിക്കാൻ ശ്രമിക്കണം. നമുക്ക് എല്ലാ വിജയത്തിൻ്റെയും പിന്നിൽ ഒരുപാട് വിഷമവും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവും. പക്ഷേ നമ്മൾ ഈ നല്ലൊരവസ്ഥയിൽ എത്തുമ്പോഴും ആ പാസ്റ്റിൽ നമ്മൾ അനുഭവിച്ച ആ വിഷമത്തിൽ തന്നെ ഫോക്കസ് ചെയ്ത് ഇരിക്കാതെ അത് വിട്ടുകളയണം എന്നുള്ളതാണ് ഈ കാർഡ് നിങ്ങളോട് പറയുന്നത്. പിന്നെ നമുക്ക് ഇതിൽ നിന്നും നമുക്കെടുക്കാം. ലാവൻഡറാണ്. ഇതിൽ ലാവൻഡർ എന്ന് പറയുന്നത് അറിയാമല്ലോ, നിങ്ങൾ സെൽഫ് കെയർ ചെയ്യണം എന്നുള്ളതാണ്. നിങ്ങളെ തന്നെ ഒരുപാട് സ്നേഹിക്കുകയും സന്തോഷിക്കുകയും കെയർ ചെയ്യുകയൊക്കെ ചെയ്യണം എന്നുള്ളതാണ്. നിങ്ങളോട് തന്നെ കൈൻഡ് ആവുക. അപ്പോൾ ഇന്നത്തെ ദിവസത്തെ മെസ്സേജ് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളതാണ് ഇന്ന് ഡിവൈൻ നിങ്ങളോട് ചോദിക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടിയിട്ട്, നിങ്ങളുടെ സോളിന് വേണ്ടിയിട്ട്, പിന്നെ നിങ്ങളുടെ ഈ ഫിസിക്കൽ ബോഡിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യണത്. അപ്പോൾ നമ്മൾ പലപ്പോഴും നമ്മളുടെ കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മളെപ്പോഴും മറ്റുള്ളവരിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു നിമിഷം മുതൽ, അല്ലെങ്കിൽ ഈ ഒരു ദിവസം മുതൽ നിങ്ങളെപ്പറ്റി ചിന്തിച്ച് സെൽഫ് കെയർ ഒക്കെ ചെയ്ത് നിങ്ങളോട് കൈൻഡായിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ മറ്റുള്ളവരോടെല്ലാവരും കൈൻഡ്നെസ് കാണിക്കും, എല്ലാവരോടും കൈൻഡ്നെസ് കാണിക്കും, നമ്മളോടത് കാണിക്കില്ല. അപ്പോൾ നമ്മളോട് കൈൻഡാണോ, നമ്മളോട് എങ്ങനെയാണ് പെരുമാറുന്നത്, നമ്മളുടെ പാസ്റ്റിലെ ആ വിഷമങ്ങളൊക്കെ അല്ലെങ്കിൽ നമുക്ക് പറ്റിയ തെറ്റുകളൊക്കെ നമുക്ക് ക്ഷമിക്കാൻ പറ്റിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇപ്പോഴും നമ്മളെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണോ ഇരിക്കുന്നത്, ഇതൊക്കെ നിങ്ങളൊന്ന് ആലോചിക്കുക. അങ്ങനെയാണോ എന്ന് ആലോചിക്കുക. ഇതിൽ 10 ഓഫ് സോർഡ്സിൻ്റെ എനർജിയാണ്. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ കടന്ന് നിങ്ങൾ പുറത്തിറങ്ങി എന്നാണ് ഈ കാർഡ് പറയണത്. കാരണം പാസ്റ്റിൽ എന്ത് തന്നെ ആകട്ടെ, അതിൽ നിന്നും പുറത്തിറങ്ങാനുള്ള ഒരു അവസ്ഥ, ഒരു സാഹചര്യം നിങ്ങൾക്ക് ഈ ഒരു സമയം കിട്ടിയിട്ടുണ്ട്. നിങ്ങളത് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ചിലപ്പം നിങ്ങളതൊരു ഫിസിക്കലായിട്ടുള്ള ഒരു വിഷമത്തിൽ നിന്നായിരിക്കും, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ വന്നിട്ടുള്ളൊരു പ്രശ്നമായിരിക്കാം. അപ്പോൾ എന്ത് തന്നെ ആകട്ടെ, ആ ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ അപ്പം അതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് എക്സ്പീരിയൻസ് ആണോ കിട്ടുന്നത് അത് മാത്രം നിങ്ങൾ സ്വീകരിക്കണം. അല്ലാതെ അതിലുള്ള വേദനകൾ ഇനി നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകരുത് എന്നാണ് കാണുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് വെച്ചാൽ ഈ ഒരു വലിയ വേദനയിൽ നിന്ന് മറികടന്ന് ഏറ്റവും വലിയൊരു ഹാപ്പിനെസ്സിലേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന അതിൻ്റെ ഒരു സ്റ്റാർട്ടാണ് ഇന്നത്തെ ദിവസം. ഇന്നൊരു പുതിയ തുടക്കമാണ് എന്നുള്ളതാണ്. നിങ്ങൾ ശരിക്കും നിങ്ങളുടെ ചുമലിലുണ്ടായിരുന്ന ഒരു വലിയ ഭാരം നിങ്ങൾ ഇറക്കി വെച്ച ഒരു സമയമാണ്. അത് നിങ്ങളുടെ ഉള്ളിൽ തന്നെയുള്ളൊരു വേദന ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും റിലേഷൻഷിപ്പ് ആയിരിക്കാം. അത് ആ ഭാരം നിങ്ങൾ ഇറക്കി വെച്ചു എന്നാണ് കാണുന്നത്. ഒരു അഡിക്ഷൻ, ചിലപ്പോൾ ഒരു റിലേഷൻഷിപ്പിൽ ഉള്ളൊരു അഡിക്ഷനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിൽ നമുക്കൊരു അഡിക്ഷൻ ഏതെങ്കിലും വ്യക്തിയോടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വസ്തുവിനോടോ ഉണ്ടെങ്കിൽ ആ ഒരു അഡിക്ഷനും ഇന്നത്തെ ദിവസം നിങ്ങൾ മാറ്റിക്കളയണം, അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യം ദൈവം നിങ്ങൾക്ക് തരുന്നു എന്നാണ് കാണുന്നത്.
6 ഓഫ് കപ്പിൻ്റെ എനർജിയാണ്. പാസ്റ്റിൽ നിങ്ങൾ ഒരു കാര്യം, ഒരു സഹായം നിങ്ങൾ ആർക്കെങ്കിലും ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഒരുപാട് നിങ്ങൾ ചിന്തിക്കുന്നിടത്തു നിന്നല്ല, ഒരുപാട് സ്ഥലങ്ങളിൽ നിന്നും ഒരുപാട് ഇരട്ടിയായിട്ട് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. അപ്പം നമ്മൾ കർമ്മയിൽ വിശ്വസിക്കാം. നമ്മൾ എന്താണോ ചെയ്യണത് അത് തന്നെ തിരിച്ചു വരും. അപ്പം നമ്മൾ മാക്സിമം നമ്മൾ മറ്റാരെയും ഉപദ്രവിക്കാതെ, മറ്റാർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാതെ നമ്മൾ ജീവിക്കാൻ ശ്രമിക്കുന്നതായിരിക്കും നല്ലതെന്നാണ് കാണുന്നത്. ഇതിൽ നിങ്ങൾ കടബാധ്യതയുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഇനിയും കടം വാങ്ങാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. പലപ്പോഴും നമ്മൾ എവിടെന്നെങ്കിലും നമുക്ക് കിട്ടുമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഒരുപാട് ചിന്തിക്കാതെ ഒരുപാട് കടം വാങ്ങുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഈ വാങ്ങിയാൽ അത് തിരിച്ചു കൊടുക്കണം എന്നുള്ളൊരു ബോധം നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. അതുകൊണ്ട് തന്നെ കിട്ടുന്ന സ്ഥലത്തുനിന്ന് കടം എന്ന് പറയുന്ന ഒരു കാര്യം കൂടുതൽ ഉണ്ടാക്കി വയ്ക്കാതിരിക്കണം. കാരണം ഇതിൻ്റെ ഇരട്ടി നമ്മൾ പേ ഓഫ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ ഇന്നത്തെ ദിവസം നിങ്ങളുടെ മുന്നിൽ ആരെങ്കിലും ഒരു സഹായത്തിന് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരെ സഹായിക്കണം. ആ സഹായിക്കാനുള്ള ഡ്യൂട്ടി ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഉണ്ടെന്നാണ് കാണുന്നത്. അപ്പോൾ ഇത് ഫാൻസിൻ്റെ എനർജിയാണ്. നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു ഓഫർ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഉണ്ടാകും. അതൊരു റിലേഷൻഷിപ്പ് ഓഫർ ആകാം, അല്ലെങ്കിൽ ഒരു ജോലിയാകാം. ചിലപ്പോൾ നിങ്ങൾ വിശ്വസിക്കാൻ പോലും പറ്റാത്ത തരത്തിലുള്ളൊരു ഓഫർ നിങ്ങളിലേക്ക് എത്തുമെന്നാണ് കാണുന്നത് ഇന്നത്തെ ദിവസം. ഇത് ഒരു ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോകേണ്ടുന്നൊരു സമയമാണ്. കാരണം നിങ്ങൾ വിചാരിക്കും, അയ്യോ ഇത് എന്നെ കൊണ്ട് പറ്റുമോ, ഈ ഒരു ഓഫർ സ്വീകരിക്കാൻ പറ്റുമോ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളത് ധൈര്യമായിട്ടും ആ ഒരു കാര്യം സ്വീകരിക്കുക. നിങ്ങളുടെ പാഷൻ എന്താണെന്ന് കണ്ടുപിടിച്ച് അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. നൈറ്റ് ഓഫ് വാൻസിൻ്റെ എനർജിയാണ്. ഇന്നത്തെ ദിവസം നിങ്ങൾ വളരെ പാഷനേറ്റ് ആയിരിക്കും. നിങ്ങൾ ശരിക്കും നല്ല ഒരു യുവത്വത്തിൻ്റെ ഒരു എനർജിയാണ് ഈ നൈറ്റ് ഓഫ് വാൻസ്. ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോകാനുള്ളൊരു എനർജിയാണ്. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാൻ തോന്നും. ഒരു എവിടെയെങ്കിലും ഒക്കെ ട്രാവൽ ചെയ്യുന്ന ഒരു എനർജി കാണുന്നുണ്ട്. പിന്നെ പെട്ടെന്നൊരു ആക്ഷൻ എടുക്കുക. ചിലപ്പം ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പം പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്നൊരു സ്വഭാവം ഉണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം നിങ്ങൾ അങ്ങനത്തെ ഒരു ഇത് ഉണ്ടാക്കി വെക്കാതിരിക്കുക. പെട്ടെന്നൊരു റിയാക്ഷൻ കൊടുക്കാതിരിക്കുക. ഒന്ന് ആലോചിച്ചിട്ട് മാത്രം ഇന്ന് റിയാക്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. നിങ്ങൾ ഒരു പെട്ടെന്നൊരു റിലേഷൻഷിപ്പിൽ പെട്ടുപോകാനുള്ളൊരു സാധ്യത ഉണ്ടെന്ന് കാണുന്നുണ്ട്. ചിലപ്പം വിചാരിക്കാത്ത ഒരു റിലേഷൻഷിപ്പ് നിങ്ങളിലേക്ക് വരാനുള്ളൊരു സാധ്യത ഉണ്ടെന്നാണ് കാണുന്നത്. അപ്പം നമ്മൾ റിലേഷൻഷിപ്പിൽ പെടുമ്പോൾ എപ്പോഴും ആലോചിച്ചിട്ട് മാത്രം ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ എടുത്തു ചാടി ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകാതിരിക്കുക. പിന്നീട് അത് ബന്ധങ്ങളെന്ന് പറയുന്നത് നമ്മുടെ ജീവിതകാലം മുഴുവൻ കൊണ്ടു നടക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു കാര്യം വളരെ ശ്രദ്ധിച്ച് ആക്ഷൻ എടുക്കുന്നതായിരിക്കും നല്ലത്. നമുക്ക് ഭഗവാന്റെ ഒരു ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ ദിവസം ഭഗവാൻ എന്താണ് നിങ്ങളോട് പറയാനുള്ളതെന്ന് നോക്കാം. ബ്ലെസ്സിങ്സ് ആർ കമ്മിങ് ഫ്രം ഡിഫറെൻറ്റ് ഡയറക്ഷൻസ് ആണ്. അപ്പം നിങ്ങൾക്ക് ഒരുപാട് സ്ഥലത്തു നിന്നും നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു എന്നാണ്. ഒരു സ്ഥലത്തു നിന്നല്ല, ഒന്നിലധികം സ്ഥലങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ബ്ലെസ്സിങ് വരുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ പാസ്റ്റിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ആരോടെങ്കിലും സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സമയം അവരിൽ നിന്നെല്ലാം ഒരു സഹായം വരുന്നു എന്നുള്ളതാണ്. ചിലപ്പം എന്തെങ്കിലും ജോലി നിങ്ങൾ ആരോടെങ്കിലും ഒക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എവിടെ ഒരു വേക്കൻസി വന്നാലും അവരറിയുന്ന സ്ഥലത്താണെങ്കിൽ അത് നിങ്ങളുടെ പേര് ഓർക്കാനുള്ളൊരു സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഒരു സ്ഥലത്തു നിന്ന് മാത്രമല്ല, ഒന്നിലധികം സ്ഥലങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് സഹായം കിട്ടും, അനുഗ്രഹം കിട്ടും എന്നാണ് കാണുന്നത്. ഹാർഡ്ലി സ്പീക്ക് ഇറ്റ് വിൽ ടേക്ക് ടൈം ടു ഗോ ആണ്. അപ്പം നിങ്ങളുടെ മുന്നിലുള്ള ഒരു പ്രതിസന്ധി ഉണ്ടായിരുന്നത് അത് ഒരു വലിയ പ്രതിസന്ധിയായിരുന്നു നിങ്ങളുടെ മുന്നിലുള്ളത് എന്നുള്ളതാണ്. അത് ചെറുതല്ല. അത് സമയമെടുക്കും. അത് നിങ്ങളിൽ നിന്ന് പൂർണ്ണമായിട്ടും ആ തടസ്സം മാറിപ്പോകാൻ സമയമെടുക്കും. പക്ഷേ അതിൽ വിഭ്രാന്തിപ്പെടേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ മുന്നിലുള്ള ഒരു തടസ്സം എന്തായാലും അത് മാറിപ്പോകും. അതിൽ ഒരു സംശയവും വേണ്ട. നിങ്ങൾ അതിലങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ട് ഇരിക്കണ്ട എന്നുള്ളതാണ് ഇന്നത്തെ ഭഗവാന്റെ മെസ്സേജ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ്. ഇത് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. താങ്ക് യു.